ഹായ് ഗൈസ്, ഫൈനലി നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടു. എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഫീൽ ഗുഡ്, ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് റിലാക്സേഷൻ മൂഡിൽ വരുന്ന ഒരു പടം അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. പ്രത്യേകിച്ച് ഗിരീഷ് ഷേഡി പടങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ പേര് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിലുള്ള എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ നിവിൻ പോളി, പുള്ളിയുടെ സേഫ് സോൺ ആണത്. അതുകൊണ്ട് തന്നെ അവിടെ നോക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് മമിത ബൈജു ഈ ഗിരീഷ് ഷേഡി ചിത്രങ്ങളിൽ മമിത ബൈജുവിനെ പ്ലേസ് ചെയ്യുന്ന ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അത് തന്നെ ഇവിടെയും പുള്ളിക്കാരൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പടത്തിൽ എന്തുകൊണ്ടും ഇവരൊക്കെ ഭയങ്കര ഒരിക്കലും മിസ്കാസ്റ്റിംഗ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. അതുപോലെ സംഗീത് പ്രതാപ് ഈ ലാലേട്ടന്റെ ഒപ്പമുള്ള കോംബോ നമ്മൾ ഹൃദയപൂർവ്വത്തിൽ കണ്ടതാണ്. അതൊരു എന്താ പറയാ, ലാലേട്ടനൊപ്പം പിടിച്ചു നിൽക്കുക, അന്നത്തെ ഒരു ഷോ സ്റ്റീലർ തന്നെയായിരുന്നു ഹൃദയപൂർവ്വത്തിലെ സംഗീത് പ്രതാപ്. അതുപോലെ തന്നെ നിവിൻ പോളിയായിട്ട് കട്ടയ്ക്ക് നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കഥാപാത്രം കൂടിയാണ് ഇതിൽ വരാൻ ചാൻസ്. അപ്പൊ അത്തരത്തിലൊരു ഗിരീഷ് ഷേഡി പടം തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ക്രിസ്മസിന് സർവ്വമായിട്ട് വന്ന പോലെ ഓണത്തിന് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റിലാക്സ് മൂഡിലുള്ള ഒരു സാധനം തന്നെയായിരിക്കും ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ഈ ട്രെയിലറും കൂടി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പടത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയ ഇമോഷണൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അതായത് എങ്ങനെയാണോ ഒരു സത്യനന്ദിക്കാട് പടം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഗിരീഷ് ഷേഡി പടങ്ങൾ എങ്ങനെയാണോ ഒരു കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും ഇതിലും വരാൻ ചാൻസ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കറിയാം ഓണം ക്ലാഷിലുണ്ടായിരുന്ന ഐ ആം ഗെയിം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് സെപ്റ്റംബറിലേക്ക് മാറ്റി. അത് അവര് ഭയങ്കര വൈസ്ലി എടുത്തൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബുദ്ധിക്ക് കളിക്കുന്നവർ അതേ മാത്രമേ ചെയ്യൂ. അതിൽ വെച്ച കുറെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അതായത് പൃഥ്വിരാജിനെയും നിവിൻ പോളിയും പേടിച്ചിട്ടാണ് ഐ ആം ഗെയിം പിന്മാറി എന്നുള്ളൊരു കരക്കമ്പി കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരിക്കലും കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോക്സിക് എന്ന് പറയുന്ന വലിയൊരു സാധനവും പ്ലസ് ഈ രണ്ട് മൂവീസും അത് പ്രതീക്ഷിച്ചിട്ടാണ് അവര് മാറ്റാൻ ചാൻസ് ഉള്ളത്. കാരണം ടോക്സിക് ഒക്കെ കേരളത്തില് ഇനിയിപ്പോ ഇൻ കേസ് കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വർക്ക് ആയില്ലെങ്കിലും ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടാൻ പോകുന്ന ഒരു മൂവിയാണ് ഈ ടോക്സിക് എന്ന് പറയുന്നത്. കാരണം യശിനുള്ള ഫാൻ ബേസ് അത്രയ്ക്ക് വലുതാണ്. ദ ഹൈപ്പ് വാസ് റിയൽ, ദ ഹൈപ്പ് ഈസ് റിയൽ. അതുകൊണ്ട് തന്നെ എന്തായാലും ഷുവർ ഷോട്ട് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സാധനമായിരിക്കും ടോക്സിക്. അപ്പോ വേൾഡ് വൈഡ് ഒരു കളക്ഷനെ ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഐ ആം ഗെയിമിലുള്ള അവരുടെ വിശ്വാസം തന്നെയായിരിക്കും ഇതിന് കാരണം. നമ്മൾ വിചാരിക്കും പോലെ സ്ക്രിപ്റ്റിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പേടിച്ചോടി പോയതൊന്നല്ല. അവരുടെ സ്ക്രിപ്റ്റ് ഇത്രയല്ല, ഇതിനേക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള അവരുടെ ഉറപ്പ് തന്നെയാണ് ഇതിനുള്ള കാരണം. കാരണം ഖലീഫ, ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒക്കെ മിക്കവാറും ഷുവർ ഷോട്ട് ഹിറ്റ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. എല്ലാം കൂടി ആകുമ്പോൾ തിയേറ്റർ ഫുള്ളി പാക്കഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ താഴ്ന്നു പോകരുത്. അവരെ ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സെപ്റ്റംബറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. അതിനുള്ള ഗുണം പിന്നീട് നമുക്ക് മനസ്സിലാവും. എന്തായാലും അടുത്ത് നമ്മൾ കാത്തിരിക്കുന്ന ഖലീഫയുടെ ട്രെയിലറാണ്. ഖലീഫയുടെ ട്രെയിലർ നമ്മൾ അവൈറ്റഡ് ആണ്. ഞായറാഴ്ച വരുന്നതാണ് അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്. ഇപ്പൊ ഓരോരുത്തരുടെ പോസ്റ്റേഴ്സ് പൃഥ്വിരാജ് ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ ടീം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ. ലാലേട്ടന്റെ ഇതുവരെ വന്നിട്ടില്ല. ലാലേട്ടന്റെ ചിലപ്പോൾ ട്രെയിലറിൽ കാണിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തിയേറ്ററിൽ പോയി കണ്ടോ, സസ്പെൻസ് ആയിട്ട് കണ്ടോ എന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. എന്തായാലും ഖലീഫ വേറൊരു സംഭവമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഓണത്തിന് എന്തായാലും ഫാമിലി കയറുക ബത്ലഹേം കുടുംബ യൂണിറ്റിനാണ്. കാരണം ടോക്സിക് ഉണ്ട്, ടോക്സിക് ഉണ്ട്, ഇത് ഖലീഫ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഫാമിലി എപ്പോഴും കയറുക ഫസ്റ്റ് പ്രിഫറൻസ് നിവിൻ പോളി പടം, ഗിരീഷ് ഷേഡി പടം, ബത്ലഹേം കുടുംബ യൂണിറ്റ്, യൂസ് സർട്ടിഫിക്കേഷൻ പടം എന്നുള്ളതിലാണ്. അതുപോലെ ഖലീഫയ്ക്ക് സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, UA 16+ ആണ്. അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലഡ് ബാത്ത് പരിപാടിയൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ, ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പൊ ഓക്കെ, ബൈ.